11 വയസ്സുകാരൻ മാഗ്നസ് കാൾസന്റെ റേഞ്ചിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ? ഈ ഒരു പസില് കാൾസൺ കളിച്ച പൊസിഷനാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അടിപൊളി പൊസിഷനാണ്, കണ്ടാലോ നമുക്ക്. ഇവിടെ കാൾസന്റെ നൈറ്റിനെ ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് എതിരാളി. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നെങ്കിൽ നൈറ്റിനെ ഇവിടേക്ക് കളിക്കും, അല്ലെങ്കിൽ ഇവിടേക്ക് കളിക്കും. ഇവിടേക്ക് കളിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ഇവിടെ ജസ്റ്റ് കാസ്റ്റിൽ ചെയ്ത് ഒരു നോർമൽ രീതിയിൽ ഈ കളി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ കളിക്കുന്നത് ഒരു സാധാരണ ആളല്ലല്ലോ, കാൾസൺ ആണല്ലോ. കാൾസൺ നൈറ്റിനെ ഇവിടേക്കും കളിക്കുന്നില്ല, ഇവിടേക്കും കളിക്കുന്നില്ല. ഇവിടേക്ക് രണ്ടും കളിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടേക്ക് കളിക്കുന്നത്? ഒരു പക്ഷെ റൂക്കിനെ ഓപ്പൺ ഫൈലിലോട്ട് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ക്വീനായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ നോക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നണേ? അങ്ങനെ ഇപ്പൊ നേരിട്ട് കളിക്കാൻ പറ്റില്ല, കാരണം ഈ നൈറ്റ് അറ്റാക്ഡ് അല്ലേ. ഈ നൈറ്റിന് പോവാൻ അത്ര നല്ല സ്ക്വയറുകളും ഇല്ല. കാൾസൺ കളിക്കുന്ന ഈ ഇതൊന്നും അല്ല. കാൾസൺ കളിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്, ക്വീൻ ടേക്സ് പോൺ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ്. പ്രത്യേകിച്ച് ഈ സൈഡിലുള്ള ഒരു പോണിനെ വെട്ടി ഒരു ക്വീനെ അങ്ങ് സാക്രിഫൈസ് ചെയ്യണം. ആദ്യം തന്നെ ഈ ഒരു ക്വീനെ എങ്ങാനും നേരിട്ട് അങ്ങ് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് വീണ് ചെക്കാണ്. ഒരേ ഒരു നീക്കമേ ഉള്ളൂ, ക്വീൻ വെച്ച് തന്നെ മറയ്ക്കണം. ക്വീൻ വെച്ച് മറച്ചു. ഇവിടെ ആ ഒരു ക്വീനെ തിരിച്ചു കെട്ടി. ഇനി റൂക്കിനെ വെട്ടിക്കഴിയുമ്പോൾ കാൾസന് തിരിച്ച് ആ ഒരു റൂക്കും കൂടെ കിട്ടുവാണ്, മറ്റേ റൂക്കും കൂടെ കിട്ടുവാണ്. കൊടുത്ത റൂക്കിന് പകരം ആദ്യം ഒരു ക്വീൻ കിട്ടി, ഇപ്പോ അടുത്ത റൂക്കും കൂടെ കിട്ടുന്നു. മാറുമ്പോ ആ ഒരു റൂക്കിനെയും കൂടെ വെട്ടിയിട്ട് ഇവിടെ കാൾസന് ഒരു പീസ് കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയം, ഈ ഒരു സാക്രിഫൈസിൽ ഈ ഒരു ക്വീനെ എടുക്കണം എന്നുണ്ടോ? ജസ്റ്റ് ഇങ്ങോട്ട് മാറി നിന്നാ പോരെ, ഇങ്ങനെയും കളിച്ച് മുന്നോട്ട് പോയിക്കൂടെ? പക്ഷെ കാൾസൺ ഇതും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. കാൾസന് ഇവിടെയും ഇതേ ഐഡിയ, ക്വീൻ ഒരിക്കൽ കൂടെ അങ്ങ് സാക്രിഫൈസ് ചെയ്യുന്നു. ഇനിയിപ്പോ ഇവിടെ വിൻ ചെയ്യാനാണ് നോക്കുന്നത്, അതുകൊണ്ട് നൈറ്റ് വെച്ച് ക്വീനെ വെട്ടുന്നു, റൂക്ക് വെച്ച് ബിഷപ്പിനെ വെട്ടി വിത്ത് ചെക്ക്. അപ്പോ ഇവിടെ ക്വീൻ വെച്ച് മറക്കണോ വേണ്ടതെന്ന് ബ്ലാക്കിന് തീരുമാനിക്കാം. വേണമെങ്കിൽ ഇവിടേക്കും കളിക്കാം. പക്ഷെ ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടുന്നതാണ് ശരി. ഈ നൈറ്റിനെ ഇപ്പൊ രണ്ട് രീതിയിൽ വെട്ടാം, ഇങ്ങനെ ഇങ്ങനെ ഏത് രീതി വേണം വെട്ടാം. ഇപ്പോ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടും. ഇവിടെ വൈറ്റിന് രണ്ട് റൂക്കും ഒരു ബിഷപ്പ് ഉണ്ട്. കംപ്ലീറ്റ്ലി വിന്നിങ് എൻഡ് ഗെയിം ആണ് കാൾസന്. എങ്ങനെയുണ്ട്?